അങ്ങനെ ഒരുപാട് ആൾക്കാർ കാത്തിരുന്ന ബിഗ് ബോസ് സീസൺ 7 ലോഞ്ച് ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് ചെറിയൊരു റിവ്യൂ ആണ്, ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂ അല്ല. ചെറിയ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് സംസാരിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടസ്റ്റൻസും അതുപോലെ അവരുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. വേണ്ടാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. വീട്ടിൻ്റെ കളറ്, വീട്ടിൻ്റെ അതുപോലെ ബാത്റൂമിൻ്റെ കളറ്, അങ്ങനെ കുറേ ഉണ്ടല്ലോ. ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ അതെല്ലാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ റിവ്യൂ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും പറയുന്നില്ല, അത്രയൊന്നും പറഞ്ഞ് വെറുപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ചെറുതായിട്ട് ഇപ്പോഴത്തെ സീസണെ പറ്റിയിട്ട്, ഇപ്പോഴത്തെ സീസണിൽ വന്നിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ടൊക്കെ ചെറുതായിട്ട്, ഫസ്റ്റ് ലോഞ്ച് അല്ലേ, അതുകൊണ്ട് അതൊന്ന് ഏകദേശം എല്ലാവർക്കും ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു റിവ്യൂ ചെയ്യുകയാണ്. ഓക്കെ. അപ്പം ബിഗ് ബോസ് വീടിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ സീസണിലെയും വീടിനെക്കാളും കുറച്ച് വൃത്തിയും മെനയൊക്കെ ഉണ്ട്. ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് വലിയൊരു ഗാർഡൻ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഗാർഡൻ എന്തിനാ അത്രയും വലിയ ഗാർഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു മരവാഴയായിട്ടൊക്കെ കുറേ ആൾക്കാരുണ്ടല്ലോ, വാഴയായിട്ടും പിന്നെ കുറേ ലവ് കപ്പിൾസൊക്കെ കളിക്കുന്ന കുറേ ലവ് കോംബോ കളിക്കുന്ന ലവ് കപ്പിൾസ് അല്ല, ലവ് കോംബോ കളിക്കുന്ന കുറേ ടീംസുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവിടെ എവിടെയും പോയി കടക്കാനും ഇരിക്കാനും ഇരുന്ന് നുണകൾ പറയാനും വേണ്ടിയിട്ടാണ് അത്രയും വലിയ ഗാർഡൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വീടൊക്കെ കൊള്ളാം, സെറ്റപ്പ് വീടാണ്. പർപ്പിൾ കളർ, എല്ലാവരും പർപ്പിൾ കളറുണ്ടല്ലോ, ആ ഒരു ഫീലാണ്. അപ്പം വീട് ലാലേട്ടൻ തുടങ്ങുമ്പോൾ വീടും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. എല്ലാ സീസണിലും അങ്ങനെയാണ്, വീടെല്ലാം കാണിക്കുന്നുണ്ട്. എല്ലാം ഉപ്പോട്ട് കർപ്പൂരം വരെ എല്ലാ മൂലയിലൊക്കെ ചെന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഏരിയ കാണിക്കുന്നുണ്ട്, പണിപ്പുര എന്ന് പറഞ്ഞൊരു ഏരിയ കാണിക്കുന്നുണ്ട്. അപ്പം പണിപ്പുര ഈ സീസൺ തൊട്ടാണെന്ന് അങ്ങനെ ഒരു സംഭവം വന്നിട്ടുള്ളത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇപ്പം കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ, ബാഗ്, ലഗേജ്, ഇവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഡ്രസ്സും കാര്യങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ബിഗ് ബോസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പണിപ്പുരയിൽ വരുന്ന ടാസ്കും കാര്യങ്ങളൊക്കെ കളിച്ചിട്ട് ജയിച്ചാൽ മാത്രമേ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ ടാസ്കിലോട്ടാണ് പോണത്. ഒരു കണ്ണ് കെട്ടി കളി എന്നൊക്കെ പറയല്ലോ, കൊച്ചു പിള്ളേർ കളിക്കുന്ന ഒരു ഇവർക്കൊരു ഇത് കൊടുക്കുന്നുണ്ട്, ഒരു മെഡൽ കൊടുക്കുന്നുണ്ട്. ആ മെഡലും എടുത്തുകൊണ്ട് അവിടെ കൊണ്ട് വെക്കണം. എന്നിട്ട് അവിടെ കുങ്കുമം എടുത്ത് ഭിത്തിയിൽ കൊണ്ട് അടിക്കണം. അല്ല, കൊച്ചു പിള്ളേരെ കളിക്കുന്നല്ല, അംഗൻവാടിയിൽ കളിക്കുന്ന കളിയുണ്ടല്ലോ, അതാണ് വേണമെങ്കിൽ പറയാം. എനിക്കിത് വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല, ചെറിയൊരു ടാസ്ക്, ചുമ്മാ ഒരു പേരിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടസ്റ്റൻസിനെ വിളിക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റിൽ വരുന്ന കണ്ടസ്റ്റൻസ് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമണറാണ് പുള്ളി, അനീഷ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പം പുള്ളി വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് വന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം ഇത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വലിയ ആഗ്രഹമാണ്, മറ്റേതാ മറിച്ചതാ, ഞാൻ ഒരുപാട് നാളായിട്ട് ഇത് പരിശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കേടാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കഴുത്തിന് പിടിച്ച് ബിഗ് ബോസ് വീട്ടിലോട്ട് തള്ളി അങ്ങോട്ട് വിടുന്നുണ്ട്. അളിയൻ അവിടെ ചെന്നിട്ട് എല്ലാം കണ്ടിട്ട് ഞെട്ടിത്തെറിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം രണ്ടാമതായിട്ട് വരുന്നത് അനുമോളാണ്. ഓക്കെ. അപ്പം അനുമോള് ആദ്യത്തെയും രണ്ടാമത്തെയും വ്യക്തികൾ വരുന്നത് ഞാൻ പറയാം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ളവരുടെ ഓടിച്ചങ്ങ് വിടുവാണ് പേരുകൾ. അപ്പോൾ അനുമോള് വന്നിട്ട് അനുമോളും ആ ബിഗ് ബോസിനകത്തോട്ട് പോയ ഉടനെ ഈ പറഞ്ഞിട്ടുള്ള അനീഷ് ഉണ്ടല്ലോ, അപ്പോൾ പുള്ളിയുടെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കുറച്ച് ഓവറാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമണറായിട്ട് വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളി എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആർക്കും അറിയത്തില്ലല്ലോ. അപ്പോൾ അറിയാത്ത സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും അവിടെ പിടിച്ച് നിൽക്കുക, എന്ത് കോപ്രായം കോമാളിത്തരം കാണിച്ചിട്ടാണെങ്കിലും അവിടെ പിടിച്ച് നിൽക്കുക, എല്ലാവരും ചൊറിഞ്ഞിട്ട് പിടിച്ച് നിൽക്കുക എന്നുള്ള ധാരണയില്ല നിൽക്കുന്ന. പക്ഷേ അത് കണ്ട ആൾക്കാർക്ക് ഒരു വെറുപ്പുണ്ടായിപ്പോയി. വെറുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു ക്യാരക്ടർ ചൊറിച്ചിലിനോട് എല്ലാവരും പറയുന്നുണ്ട്, പുള്ളി ഒരു ചൊറിച്ചിൽ ക്യാരക്ടറാണെന്ന് ഓൾറെഡി ആൾക്കാർ പുള്ളിക്ക് ഒരു ലേബൽ വെച്ച് കൊടുത്തു. ഇനി ആ ഒരു ക്യാരക്ടർ കൊണ്ട് പുള്ളിക്ക് അവിടെ നിൽക്കാൻ പറ്റും. പക്ഷേ തുടക്കമേ സ്റ്റാർട്ടിങ്ങിലെ പുള്ളി അങ്ങനെ നിൽക്കേണ്ടായിരുന്നു. കോമണർ എന്ന നിലയ്ക്ക് ഇച്ചിരി ഒരു മീഡിയം ലെവലിൽ നിൽക്കുക. കാരണം ശരിയാണ്, കോമണർ ആകുമ്പോഴത്തേക്ക് സൈലൻ്റ് ആയിട്ട് ചെന്ന് നിൽക്കാനും പറ്റത്തില്ല, ആൾക്കാർ ചവിട്ടിയെടുത്ത് വെളിയിൽ കളയും. ഓവറായിട്ട് നിൽക്കാനും പറ്റത്തില്ല. ഓവറായിട്ട് നിൽക്കുമ്പോൾ ആൾക്കാർ ഒരിക്കലും ഒരു കോമണറായിട്ട് വന്ന ഒരാൾക്ക് ഇത്ര അഹങ്കാരം എന്ന് പറഞ്ഞിട്ട് എടുത്ത് കളയും. ഇപ്പോൾ ഒരു മീഡിയം ലെവലിൽ നിൽക്കണമായിരുന്നു. ഇയാൾ കുറച്ച് ഓവറായിട്ട്. അനുമോളെ അറിയാത്തത് ആരുമില്ലല്ലോ. അപ്പം അനുമോൾ കയറി ഇരുന്നപ്പോൾ ചോദിക്കുക, ആരാ, എന്താ, എവിടെ പോകുന്നത്, ഇതിവിടെ എന്നെ മാത്രമല്ല ലാലേട്ടൻ ഇങ്ങോട്ട് വിട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളെടുത്ത് പേരൊക്കെ ചോദിക്കുന്നു, എന്തോ പേര്, എന്തോ ചെയ്യുന്നതെന്നൊക്കെ. അനുമോളെ അറിയാത്ത ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്റ്റാർ മാജിക്കിലൂടെയൊക്കെ ഒരുപാട് പേർക്ക് അറിയാവുന്നൊരു വ്യക്തിയാണ് അനുമോള്. ആക്ട്രസ്സാണ്, നല്ലൊരു ആക്ട്രസും കൂടാണ് അനുമോള്. അപ്പോൾ അത് മാത്രമല്ല, ഈ വരുന്ന ആൾക്കാരടുത്ത് മൊത്തം ഈ അനീഷ് എന്ന് പറഞ്ഞ ആൾ ആരാ, എന്താ, എവിടെ പോകാന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് ചൊറിച്ചിലിന് ഒരു മിക്കവാറും പെട്ടെന്ന് തന്നെ ഒരു മരുന്ന് കൊടുത്ത് ആൾക്കാർ വിടും. ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വീക്ക് തന്നെ പിടിച്ച് കഴുതി പിടിച്ച് പുറത്ത് കളയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ.
അപ്പോൾ ഓക്കെ. അപ്പം അനീഷ് കയറി വരുന്നു. അനീഷ് കഴിഞ്ഞിട്ട് പിന്നെ ആര്യം വരുന്നു. ആര്യം വന്നു കഴിഞ്ഞിട്ട് സരിക, കലാഭവൻ സരിക വരുന്നുണ്ട്. സരിക വന്നിട്ട് വായി കൊള്ളാത്ത കുറേ പേരുകൾ കൊണ്ട്, അതുകൊണ്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അക്ബർ ഖാൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് RJ ബിൻസി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒണിയൻ സാബു വരുന്നുണ്ട്. ബെന്നി വരുന്നുണ്ട്. അഭിശ്രീ വരുന്നുണ്ട്. രണ ഫാത്തിമ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മുൻഷി രഞ്ജിത്ത് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗിസൈൻ തക്രാൾ എന്ന് പറഞ്ഞിട്ട് ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നു, ഹിന്ദി ബിഗ് ബോസ് 9 ഉണ്ടായിരുന്ന പറയുന്ന ഒരു മലയാളിയാണ്. ഇപ്പോഴാണ് എനിക്ക് മലയാളിയാണെന്ന് മനസ്സിലായത്. വായിക്കൊള്ളാതൊക്കെ ഒരു പേരാണ് ഗിസൈൻ തക്രാൾ എന്ന് പറയുന്ന ഒരു പേര്. അത് കഴിഞ്ഞിട്ട് ഷാനവാസ് വരുന്നുണ്ട്. ഷാരിക വരുന്നുണ്ട്. അപ്പം ഷാരിക ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു രേണു സുധിയും ഷാരികയും പ്രീ പ്ലാൻ ആയിട്ടൊക്കെയാണ് വരുന്നത് ബിഗ് ബോസിനകത്ത്. എന്തായാലും കാണാം, അവർ പ്ലാൻ ചെയ്ത് കളിക്കുകയോ കോംബോ ആയിട്ട് കളിക്കുകയോ എങ്ങനെ കളിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. ഇവർ വെളിയിൽ എന്തായാലും നല്ല പ്ലാനിങ്ങോടെയാണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഷാരിക ഒരു വീട്ടിൽ രേണു സുധീനെ സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്. ഇൻ്റർവ്യൂവിലൊക്കെ ഈ ഷാരിക എന്ന് പറഞ്ഞാൽ രേണു സുധീനെ എടുത്ത് അലക്കി ഉടുത്ത് വെച്ചൊരു വ്യക്തിയാണ്. എന്നിട്ട് ഇപ്പം ഈ അടുത്ത് ബിഗ് ബോസ് കയറുന്നതിനൊക്കെ ഏകദേശം ഒരു കുറച്ച് ദിവസം ഒരു മാസമായി കാണും, ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രേണു സുധീനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് നിവീൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആദില നൂറ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അഡ്വക്കേറ്റ് ശൈത്യ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെ നടി രേണു സുധി വരുന്നുണ്ട്. രേണു സുധി ഭയങ്കര കോമഡി ആയിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധിയുടെ ഒരു വീടിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് രേണു സുധിയുടെ ഇപ്പം പുതിയതായിട്ട് വെച്ചു കൊടുത്തൊരു വീടുണ്ടല്ലോ സുധിക്ക്, ആ വീട്ടിലല്ല ഇവർ എടുക്കുന്നത്, ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ആ വീഡിയോസൊക്കെ എടുക്കുന്നതും. അപ്പം ഇവരെ കൊല്ലം സുധിയുടെ പുതിയ വീട്ടിലുണ്ടല്ലോ, പുതിയ വീട്ടിൽ കിടന്ന കൊല്ലം സുധിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് ബാക്കിൽ അടിച്ചു വെച്ചിട്ട് അവിടെ നിന്നിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പം അവർ ചിലപ്പം പ്ലാൻ ചെയ്തെടുത്തിയായിരിക്കും. അതിൻ്റേതായിട്ടുള്ള ചിലപ്പം മനസ്സിൽ വിചാരിച്ചാണ് ഇനിയിപ്പം ഈ വീടൊന്നും വേണ്ട, പുതിയ ഫ്ലാറ്റ് കിട്ടുമല്ലോ, അപ്പം ഫ്ലാറ്റ് കിട്ടിയിട്ട് ഇനി കാണിക്കാമെന്നുള്ള ധാരണയിലായിരിക്കും ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് വീഡിയോ എടുത്തത്. അപ്പം തങ്കച്ചനും രേണുവിൻ്റെ ചേച്ചിയും അവരൊക്കെ ഉള്ളായിരുന്നു അതിനകത്ത്. വേറെ ആരുമില്ല, കൊല്ലം സുധിയുടെ ബന്ധപ്പെട്ട ആരുമില്ല അതിനകത്ത്. ഓക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് രേണു ഞാൻ ലൈവിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേണുവാണ് സെക്കൻഡ് ലാസ്റ്റ് കയറുന്ന വ്യക്തി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു രേണുവാണ് സെക്കൻഡ് ലാസ്റ്റ് എന്ന്. ലൈവ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ ലാസ്റ്റ് ആണ് നമ്മളെ അപ്പാനി ശരത്ത് വരുന്നത്. വേറെ ലെവലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു മണിക്കുട്ടൻ്റെ ഒരു ഫീലിംഗ് ഒക്കെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മാത്രമല്ല, പല ആൾക്കാരും കമൻറ്റിലൂടെയൊക്കെ പറയുന്ന കേട്ടായിരുന്നു കേട്ടോ, പറയുന്നുണ്ടായിരുന്നു. അപ്പാനി ശരത്തിൻ്റെ ഒരു എൻട്രി, കാരണം മണിക്കുട്ടന് കൊടുക്കുന്നൊരു സപ്പോർട്ടാണ്. മണിക്കുട്ടൻ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ആ ഫ്ലോറിൽ എൻട്രി ചെയ്തൊരു വ്യക്തിക്ക് കിട്ടിയ കയ്യടി രണ്ടാമത് കിട്ടിയത് രേണു സുധിക്കാണ്. കാരണം അവിടെ ഇരിക്കുന്ന ഓഡിയൻസിൻ്റെ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അവർ കണ്ടസ്റ്റൻസിനും മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള വ്യക്തി ആരാണെന്ന്. ബാക്കി ഒരാൾ വന്നപ്പോഴും അത്രയും കയ്യടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അപ്പാനി ശരത്ത് വന്നപ്പോഴത്തേക്ക് ഭയങ്കര കയ്യടിയും ഭയങ്കര ബഹളമൊക്കെയാണ്. ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ, അവിടെ ഇരിക്കുന്ന ആൾക്കാർ കൊടുത്തത് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതനുസരിച്ച് അപ്പാനിയുടെ ഡാൻസൊക്കെ സൂപ്പറായിരുന്നു. എന്തായാലും അപ്പാനി എനിക്ക് തോന്നുന്നു ഈ സീസണിൽ അപ്പാനി കത്തിക്കയറാൻ ചാൻസ് ഉണ്ട്, നല്ല രീതിയിൽ കളിക്കുവാണെങ്കിൽ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇത്രയും പേര് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കൊരു 5 പേരെ എനിക്ക് ഇതിനകത്ത് വാഴയല്ലാതെ കളിക്കുന്ന, നല്ല രീതിയിൽ കളിക്കുന്ന വ്യക്തികളെന്ന് എനിക്ക് മനസ്സിലാവുകയാണ്. ബാക്കിയെല്ലാം കണക്ക് തന്നെ. അപ്പോൾ ഫസ്റ്റ് ഡേ ഒരു 3-4 ദിവസം കാണും ഇപ്പം ഇറങ്ങിപ്പോയ ഷോ ഓഫൊക്കെ. ഇപ്പോൾ ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് പുള്ളിയുടെ പത്തിയൊക്കെ മടക്കി പുള്ളി അവിടെ എവിടെയെങ്കിലും പോയി ചുരുണ്ടുകൂടി ഇരിക്കും. കാരണം ഫസ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഡേ ഒരു ഷോ ഓഫ് കാണും, എന്തോ വലിയ സംഭവം മലമറിക്കാൻ പോകുന്നുള്ള രീതിയിൽ. പിന്നെ അവിടെ എവിടെയും പോയിരുന്നിട്ട് വാഴകളിയും പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ലവ് കോംബോ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. കുറച്ച് പരദൂഷണം, കുറച്ച് നുണ പറയൽ, ഓരോ ടീമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട്. പക്ഷെ ഇവർ ഇതിൽ 5 പേര്, എനിക്ക് ഒരു ഉറപ്പുള്ള 5 പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 അപ്പാനി ശരത്ത്, 2 രേണു സുധി, 3 മുൻഷി. അപ്പം മുൻഷിയൊക്കെ എനിക്കൊന്ന് പുള്ളിയൊക്കെ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആളാണ്. പുള്ളിയൊക്കെ നല്ല രീതിയിൽ കളിക്കുവാണെങ്കിൽ ഏകദേശം ഒരു അഖിൽ മാരാർ സെയിമൊക്കെ പുള്ളിക്ക്, ക്യാരക്ടറോടെ സെയിമൊക്കെ പുള്ളിക്ക് ഉണ്ട് എൻ്റെ ഒരു ഇതിൽ. അടുത്ത 4-മത്തെ അനുമോളാണ്, അനുക്കുട്ടിയാണ്. 5-മത്തത് ഷാനവാസ്. അപ്പോൾ ഇവർ ഇത്രയാണ് എനിക്കൊരു വിശ്വാസമുള്ള, ഇതിനകത്ത് കളിക്കും, നല്ല രീതിയിൽ കളിക്കും എന്നുള്ള ഒരു വിശ്വാസമുള്ള 5 ആൾക്കാർ. ബാക്കിയെല്ലാം കണക്കാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇപ്പം ഫസ്റ്റ് ലാലേട്ടൻ്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ അവിടെ ഭയങ്കര ഇതൊക്കെ കാഴ്ചവെക്കുമെന്ന് പറയുന്നതിന് പോകുന്ന ആൾക്കാരെ ഉള്ളൂ. അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം എത്ര ആൾക്കാർ അവിടെ കിടന്ന് ഉറങ്ങുന്ന, എത്ര ആൾക്കാർ നമ്മളെ കടന്ന് വെറുപ്പിക്കുന്നത് നമുക്ക് കാണാം. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 5 ആൾക്കാരിൽ നിങ്ങൾ പ്രതീക്ഷ വെച്ചോ, അവർ നല്ലോണം കളിക്കും. രേണു സുധിയൊക്കെ എന്ന് വെച്ചാൽ വെറുപ്പിച്ച് അങ്ങേ അറ്റം കൊണ്ടുപോകും.
കാരണം ബിഗ് ബോസ് ടീമിന് കിട്ടിയ ഏറ്റവും വലിയൊരു ഈ സീസൺ ഈ ബിഗ് ബോസ് ഞാനല്ല ആലോചിക്കുന്നത്, എല്ലാ സീസണിലും ഇതുപോലൊരു സാധനത്തിന് ബിഗ് ബോസ് ടീമിന് കിട്ടുന്നുണ്ടല്ലോ എന്നാണ്. ഇപ്പം ഈ സീസണിൽ ഇപ്പം ബിഗ് ബോസ് ടീമിന് കിട്ടിയ ഏറ്റവും വലിയ മെറ്റീരിയൽ, ഏറ്റവും വലിയ TRP കൂട്ടാനും റീച്ച് ഉണ്ടാക്കാനും കിട്ടിയ മെറ്റീരിയലാണ് രേണുസുതി. അപ്പം രേണുസുതിനെ മാക്സിമം ഉപയോഗിക്കും. രേണുസുതി എങ്ങോട്ട് പോകുന്നു അവിടെ എല്ലാം ക്യാമറ ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പം അതനുസരിച്ച് ഇപ്പം രേണുസുതി എന്താണെന്ന് ഓൾറെഡി അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പം മാക്സിമം അവർ ക്യാമറ ഫോക്കസ് രേണുവിലോട്ട് പോവാതിരിക്കാൻ അവർ ശ്രമിക്കും. അവിടെ ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്ത് എന്തെങ്കിലും സ്വന്തമായിട്ട് തന്നെ ഒന്നുമില്ലെങ്കിൽ തന്നെ വല്ല ഗ്ലാസ് എന്തെങ്കിലും എറിഞ്ഞുടച്ചിട്ട് പോലും അവർ ക്യാമറ ഫോക്കസ് രേണുവിൽ നിന്ന് മാറ്റും. എനിക്കങ്ങനെ തോന്നുന്നത്. എന്തായാലും രേണുവിനെ വെച്ച് കുറേ TRP കൂട്ടും കേട്ടോ. അപ്പോൾ ഇത്രയാണ് കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം 5 പേരെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഫസ്റ്റ് ഒരു വീക്കിലെ ഒരു ഷോ ഓഫ്, ഒരു പട്ടി ഷോ എന്ന് വേണമെങ്കിലൊക്കെ പറയാം, ആ രീതിയിലൊക്കെ കാണിക്കത്തേ ഉള്ളൂ. ബാക്കി അത് കഴിഞ്ഞിട്ട് അവിടെ എവിടെയും പോയി കിടന്ന് കുത്തിയിരുന്ന് ഉറങ്ങത്തേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത്രയാണ് കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു ഉറപ്പുള്ളൊരു കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, ആരൊക്കെയാണ് ടോപ്പ് 5 പോകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ, ആരൊക്കെ നല്ലോണം കളിക്കുക, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി അത് കഴിഞ്ഞിട്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നടന്ന സംഭവങ്ങളെ പറ്റിയിട്ടും ഞാൻ പറയാം. വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. രേണുസുതി വരുന്ന സമയത്ത് ഭയങ്കര കോമഡി ആയിരുന്നു. ലാലേട്ടൻ വെൽക്കം എന്ന് പറയുന്നുണ്ട്, അപ്പോൾ തിരിച്ച് ലാലേട്ടൻ അടുത്ത് വെൽക്കം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രേണുസുതി കൊണ്ടുവന്നൊരു പെട്ടി ഉണ്ടല്ലോ, അത് സുധിച്ചേട്ടൻ എല്ലായിടത്തും കൊണ്ടുവന്ന പെട്ടിയാണെന്ന് പറഞ്ഞ് ആ പെട്ടിയും ബുക്ക് എടുത്തുകൊണ്ടാണ്. അപ്പം അവിടെയും സുധിയെ, കൊല്ലം സുധി എന്നുള്ള ഒരു വ്യക്തിയെ അവിടെയും ഒഴിവാക്കിയിട്ടില്ല. ഇപ്പം വെളിയിൽ എല്ലായിടത്തും പറയുന്ന പോലെ എനിക്ക് എൻ്റെ സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം കാണിച്ചു വിട്ടുന്നതെന്ന് പറയുന്ന പോലെ, അപ്പോൾ അവിടെ പോയപ്പോഴും സുധിച്ചേട്ടൻ്റെ ഒരു പെട്ടി, കൊല്ലം സുധിയുടെ ഒരു പെട്ടി എടുത്തുകൊണ്ടാണ് പുള്ളിക്കാരി പോയിരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ലാലേട്ടൻ പുള്ളിക്കാരി ഒന്ന് നൈസായിട്ടൊന്ന് ട്രോളിങ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ആളല്ലേ, സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കില്ലേ എന്നൊക്കെ ഉള്ളൊരു രീതിയിലേക്കാണ് സംസാരിക്കുന്നത്. എന്തായാലും സംഭവം കൊള്ളായിരുന്നു, ലാലേട്ടനൊക്കെ ഒന്ന് ട്രോളി വിട്ടിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഇവർ കയറിയിട്ടുള്ള കാര്യങ്ങൾ. കണ്ടസ്റ്റൻസും ആരാന്നൊക്കെ ഇപ്പോൾ മനസ്സിലായല്ലോ. ഓക്കെ, അതെല്ലാം കഴിഞ്ഞ് ഇവർ ബിഗ് ബോസ് വീട്ടിൽ കയറി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടുന്നുണ്ട്. അനീഷ് എല്ലായിടത്തും ചോദിച്ചു കിടക്കുന്നുണ്ട്, ആരാണ് നിങ്ങൾ, ആരാണ്, എവിടെയാണ്, എന്താണ് നിങ്ങൾ ഇവിടെ വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസ് വിളിക്കുന്നുണ്ട്. ബിഗ് ബോസ് വിളിച്ചിട്ട് നിങ്ങളെ പെട്ടികളെല്ലാം ഇവിടെ സ്റ്റോർ റൂമിൽ വന്നിരിപ്പുണ്ട്, അതെല്ലാം പോയി എടുത്തോണം, മര്യാദയ്ക്ക് പോയി എടുത്തോന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി എടുക്കുന്ന സമയത്ത്, എല്ലാവരും എടുത്തുകൊണ്ടൊന്ന് തുറന്നു നോക്കുന്ന സമയത്ത് എല്ലാത്തിലും പല പല സാധനങ്ങൾ. അപ്പം പല എന്ന് വെച്ചാൽ ഇന്നർ വെയർ, അങ്ങനെയുള്ള സാധനങ്ങൾ, ചിലതിനകത്ത് ഒരു ഇന്നർ വെയർ, ചിലതിനകത്ത് 2 ഇന്നർ വെയർ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. എന്ന് വെച്ചാൽ അവരെ സാധനങ്ങളൊന്നും പെട്ടിക്കകത്തില്ല, എല്ലാം വേറെ വേറെ ഐറ്റങ്ങളാണ്. അപ്പം അതിൽ 3 പേരെ സാധനങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ടാസ്ക് ഉണ്ടല്ലോ, ഇവർ എൻട്രി ചെയ്യാൻ കൊടുത്തൊരു ടാസ്കിനകത്ത് ജയിച്ചിട്ടുള്ള ആൾക്കാരെ സാധനങ്ങൾ പെട്ടി മാത്രമേ കറക്റ്റായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൽ ജയിച്ചിട്ടുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഷാനവാസ് ജയിച്ചിട്ടുണ്ട്, ഒന്ന് ആര്യൻ ജയിച്ചിട്ടുണ്ട്, ബെന്നി ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ 3ൻ്റെയും സാധനങ്ങൾ മാത്രമേ കറക്റ്റായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ബിഗ് ബോസ് അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്, ബാക്കിയുള്ളവർക്കെല്ലാം ഞാൻ പണി ഉടനെ തരുന്നുണ്ട്, അവിടെ മര്യാദയ്ക്ക് എവിടെയെങ്കിലും പോയിരുന്നോളാൻ പറയുന്നുണ്ട്. അപ്പം എന്നിട്ട് ഈ 3 പേർക്ക്, ജയിച്ചിട്ടുള്ള 3 പേർക്ക് ഒരു ബാൻഡും കയ്യിൽ കിട്ടാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, ഈ ബാൻഡ് ആരാണോ കൈക്കലാക്കുന്നത്, അവരെ കൈക്കലാക്കുന്ന വ്യക്തിക്ക് അവരെ പെട്ടി സാധനങ്ങളെല്ലാം കൂടെ തിരിച്ചു കൊടുത്തിട്ട്, ആ ഫെയിലായ, അപ്പം അഴിച്ചെടുത്ത വ്യക്തിയുടെ പെട്ടിയെല്ലാം തിരിച്ചു വിട്ടിട്ട് അവർക്ക് വീണ്ടും ഈ പറഞ്ഞിട്ടുള്ള ഒത്ത ഐറ്റങ്ങൾ, ഒന്നുമില്ലാത്ത സാധനങ്ങൾ, അവരുടെ സാധനങ്ങളല്ലാത്ത വേറെ ഏതെങ്കിലും സാധനങ്ങൾ പെട്ടിയിൽ പാക്ക് ചെയ്ത് കൊടുക്കുമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഭയങ്കര ഫൈറ്റ്, ലൈവിൽ ഭയങ്കര ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടക്കുന്നത്. അപ്പോൾ പ്രൊമോയൊക്കെ വന്നിട്ടുണ്ട്, ഭയങ്കര ഫൈറ്റ് നടക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് പിടിച്ചു പറയും. എന്ന് വെച്ചാൽ പെട്ടി വേണമല്ലോ, സാധനങ്ങൾ വേണമല്ലോ, ഡ്രസ്സും കാര്യങ്ങളെല്ലാം അതിനകത്തല്ലേ ഇരിക്കുന്നത്. അങ്ങനെ ഈ ബാഡ്ജിന് വേണ്ടിയിട്ടാണ് ഈ എല്ലാവരും കടന്ന് അടിപിടി കൂടുന്നത്. അപ്പം ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് ഈ അക്ബർ ഖാൻ അത് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നു. അക്ബറിന് കിട്ടി. എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ഈ പെട്ടി കിട്ടിയാൽ മാത്രമല്ല ഇവരെ സാധനങ്ങൾ, ഇപ്പം മേക്കപ്പ് സെറ്റുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങൾ, ഇതൊക്കെ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഈ പെട്ടി കിട്ടിയിട്ടേ, ഈ ബാഡ്ജ് ഇവരെ കൈ കിട്ടിയാൽ മാത്രമേ ഇവർക്ക് പെട്ടി കിട്ടത്തുള്ളൂ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു ലൈവിൽ. ഇപ്പം ഇത് കഴിഞ്ഞിട്ടുള്ള ലൈവിലാണ് ഞാൻ കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ ഷാനവാസ് വിട്ടുകൊടുത്തു, പുള്ളി അധികം അതിനകത്ത് ഇത് പിടിവലി കാണിക്കാൻ നിന്നില്ല. അക്ബർ ഖാൻ വന്ന് പിടിച്ചപ്പോഴത്തേക്ക് പുള്ളി എന്നാ എടുത്തോണ്ട് പോയിക്കോന്ന് പറഞ്ഞിട്ട് പുള്ളി വിട്ടുകൊടുത്തു. അപ്പം ഇതിൽ രേണുസുതി ഉണ്ടല്ലോ, പ്ലാൻ ഗെയിം കളിച്ച് കപ്പ് അടിക്കാൻ
അടിക്കണം, ഫ്ലാറ്റ് കൊണ്ടുപോകണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം വന്നൊരു വ്യക്തിയാണെന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഗെയിമൊക്കെ പുള്ളി ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഭയങ്കര ഒരു ഇതായിട്ട് കളിക്കുന്നുണ്ട് പുള്ളി. അപ്പം അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി വാശിയോട് കൂടിയാണ് പുള്ളിക്കാരി വന്നിട്ടുള്ളത്. അപ്പം നെഗറ്റീവ് പറഞ്ഞിട്ട് എല്ലാവരും പുള്ളിക്കാരി ഇതാക്കിയില്ല. അപ്പോൾ അവരെ മുമ്പിൽ വിജയിച്ച് കാണിക്കണം എന്നുള്ളൊരു ഇതിലൂടെ തന്നെയാണ് വന്നേക്കുന്നത്. കണ്ടറിയാം. കാരണം വാഴ കളിയൊക്കെ ഇവിടെ കളിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പിടിച്ച് പുറത്ത് കളയും. പിന്നെ ഒരു ബിഗ് ബോസിൻ്റെ അകത്ത്, പുറത്ത് ഇനി എങ്ങനെയാണെന്ന് നമ്മൾ ഇനി നോക്കണ്ട. ബിഗ് ബോസിലകത്ത് നല്ലപോലെ കളിക്കുകയാണെങ്കിൽ ഇനി രേണുസുതിക്കില്ല, വേറെ ആര് നല്ലോണം കളിക്കുകയാണെങ്കിൽ അവർക്ക് കപ്പടിക്കാം. അത് വേറെ കാര്യം. അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ഡേയിൽ കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഷോ ഓഫ്, പിന്നെ അങ്ങോട്ട് കാണിച്ചില്ലെങ്കിൽ അവിടെ കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പുള്ളിക്കാരി തട്ടിപ്പറിക്കാനൊക്കെ നോക്കുന്നുണ്ട്, ഭയങ്കര എനർജറ്റിക് ആയിട്ട് കളിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇങ്ങോട്ടൊക്കെ പിടിവലിയൊക്കെ ആവുന്ന സമയത്ത് കളി കാര്യമാണെന്ന് അറിയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് വിളിച്ചെല്ലാവരെയും അവിടെ ഇരുത്തിയിട്ട് പറയുന്നുണ്ട്, ഓക്കെ തൽക്കാലം ഇത്രയൊക്കെ മതി, ഇനി ഞാനിത് പറയുന്നത് വരെ നിങ്ങൾ ഇനി ഇതുമായിട്ട് മുമ്പോട്ട് പോകണ്ട, ഇപ്പം പോയി കിടന്ന് ഉറങ്ങാൻ പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. എല്ലാവരും ഉറങ്ങാൻ പോകുന്ന സമയത്തും ഈ അനീഷ് ഉണ്ടല്ലോ അവിടെ എല്ലാം നടന്ന് എല്ലായിടത്തും പോയി ചൊറിഞ്ഞ് ഇങ്ങനെ നടപ്പുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഇച്ചിരി ഓവറാണ്, ഇപ്പം ചൊറിച്ചിൽ ഓവറാണ്. പക്ഷേ ഗെയിം കളിക്കണം, അവിടെ ആക്റ്റീവ് ആവണം. പക്ഷേ ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇച്ചിരി ഓവറായെന്നൊരു തോന്നല്. ഒരു മീഡിയം ലെവലിലേക്ക് നിൽക്കുകയാണെങ്കിൽ പുള്ളിക്ക് പിടിച്ച് നിൽക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് തന്നെ എല്ലാവരും പുള്ളിക്കാരനെ വോട്ട് ചെയ്ത് പുറത്താക്കാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം പുള്ളിക്കാരനെ പിടിച്ചങ്ങോട്ട് ഇടും. എല്ലാവരും ജനങ്ങളെ മുമ്പിൽ ഇട്ട് കൊടുക്കും, കുത്തി തിന്നാനൊക്കെ ഉണ്ട്. എനിക്കതാ തോന്നുന്നത്. അപ്പം ഒരു നൈസായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് മേലോട്ട് കയറാം. പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ വാഴ കളിക്കുന്നതിനേക്കാളും നല്ലത് അവിടെ ചെന്നിട്ട് എൻ്റർടൈനിങ് ആയിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലതാണ്. കുറേ എണ്ണം ഇപ്പം വാഴ അവിടെ എവിടെയും പോയി നിന്നിട്ട് നന്മമരം കളിക്കാനും വാഴയുടെ മൂട്ടി പോയിരിക്കാനും എല്ലാം ശ്രമിക്കുന്ന കുറേ ആൾക്കാർ ഉണ്ട്. അങ്ങനെയൊക്കെ എങ്ങനെയും 98 ദിവസം വരെ കൊണ്ടുപോകണം. കപ്പടിച്ചില്ലേലും വേണ്ടില്ല, ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന മാസം ഒരു ആഴ്ച തോറും കിട്ടുന്ന പൈസ മതി എന്നുള്ള ചിന്തയിൽ കളിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അനീഷൊക്കെ ബെറ്റർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചൊറിഞ്ഞാലും പുള്ളി കുറേ കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. എന്തായാലും സംഭവം കൊള്ളാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സീ യു ഗൈസ്.